ബഹുമാനപ്പെട്ട അധ്യക്ഷ ബിജിമോൾ പി കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ബഹുമാനപ്പെട്ട അധ്യക്ഷ ബിജിമോൾ പി കെ, അതുപോലെ തന്നെ നമുക്ക് ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞിട്ടുള്ള MP ഗോപി, അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ആദിവാസി ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറി PK രാജൻ, അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ ആദിവാസി ഐക്യവേദിയുടെ സംഘടനാ സെക്രട്ടറി രഘുനാഥ് കൊല്ലം, അതുപോലെ ഇവിടെ സംസാരിക്കുന്ന സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആദിവാസി ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് അയ്യപ്പൻ എറണാകുളം, കൊല്ലത്ത് നിന്ന് എത്തിയിട്ടുള്ള നമ്മുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി റസിയ, അതുപോലെ തന്നെ ഇടമലയാറിലെ ഊരുമൂപ്പനായിട്ടുള്ള തങ്കപ്പൻ പഞ്ചൻ, നമ്മുടെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള വിജയ് പണിക്കൻ, അതുപോലെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള വസന്ത, സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള റാണി എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ കൂടി ഇപ്പോൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റാണി, അതുപോലെ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗം ഓമന, മറ്റുള്ള അതുപോലെ നമ്മുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ബിജു, മറ്റുള്ള ഊരിൽ നിന്ന് എത്തിയിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നമ്മുടെ ഭരണഘടന ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറുടെ 135ാമത് ജന്മദിനമാണ് ഇന്ന്. 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മൗ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ ജനിച്ചിട്ടുള്ളത്. ശേഷം അംബേദ്കറിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള ബുക്കുകൾ ലഭ്യമാണ്. പക്ഷേ നമ്മുടെ ആദിവാസി മേഖലകളിൽ ഈ ഡോക്ടർ BR അംബേദ്കർ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന് നമുക്ക് പറയാനാവും. എന്നാൽ ഡോക്ടർ BR അംബേദ്കർ ഒരു ഇന്ത്യൻ ഭരണഘടനാ ശില്പി മാത്രമാണോ? എങ്ങനെയാണ് ഭരണഘടനാ ശില്പിയാകാൻ പ്രചോദനം നൽകിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് തൊട്ടുകൂടായ്മയ്ക്കും ജാതി വിവേചനത്തിനും എതിരെ കുട്ടിക്കാലം മുതലേ പോരാടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. എങ്ങനെ പോരാടി എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലെ സംഘടന രൂപീകരിച്ചുകൊണ്ടോ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടോ പോരാടിയതല്ല. ഡോക്ടർ BR അംബേദ്കർ കുട്ടിക്കാലം മുതലേ ഒരുപാടേറെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് അംബേദ്കറുടെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരനായിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഭരണമാണ്, പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ പട്ടാളത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ പട്ടാളത്തിലൊക്കെ പോണ ആളുകൾക്ക് വളരെ കാര്യപ്രാപ്തിയും അറിവുള്ള ആളുകളാണ്. അന്ന് അംബേദ്കറെ പിതാവ് ആഗ്രഹിച്ച ഒരു കാര്യം, എൻ്റെ മക്കളെ നല്ല രീതിയിൽ ഞാൻ വിദ്യാഭ്യാസം ചെയ്യിക്കുമെന്ന് അവർ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് ദുർഭരണങ്ങളെല്ലാം കണ്ട് ശീലിച്ച അടിമത്ത് നേരിട്ട ഒരു പിതാവായിരുന്നു. പിന്നെ അംബേദ്കറെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അംബേദ്കർ നമ്മളൊരു സഹോദരനാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ജനറൽ അല്ല, പട്ടികജാതിയിലെ മഹർ എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഈ BR അംബേദ്കറിൻ്റെ സഹോദരങ്ങൾ എന്താ പറയുക, 14ഓളം ആളുകളുണ്ട്. കുറേ ആളുകൾ മരണപ്പെട്ടു, കുറേ ആളുകൾ ജീവിച്ചു. പക്ഷേ അംബേദ്കർ വ്യത്യസ്തനായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതലേയുള്ള പുസ്തക വായനയും അന്വേഷണങ്ങളും ഒക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അംബേദ്കർ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിച്ചിരുന്നു. നമുക്ക് ഒന്ന് ആലോചിക്കും, നമുക്ക് ഖുറാൻ എന്താണെന്നറിയില്ല, മഹാഭാരതം എന്താണെന്നറിയില്ല, ബൈബിൾ എന്താണെന്നറിയില്ല. പക്ഷേ ഒരു മഹർ ജാതി പട്ടികജാതിക്കാരനായിട്ട് പോലും അംബേദ്കർ ഈ ബുക്കുകളൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അംബേദ്കർ എടുത്തൊരു തീരുമാനം, എനിക്കൊരു പണ്ഡിതനാണെന്നും എനിക്ക് ഒരുപാടേറെ വിദ്യാഭ്യാസം നേടണമെന്നും പറഞ്ഞു. അന്ന് ഭരണഘടന ഇല്ലാത്തൊരു കാലമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനം രൂപപ്പെട്ടിട്ടില്ല, ഭരണഘടന ഇല്ലാത്തൊരു കാലത്താണ്. 1891 ഓർക്കണം. നമുക്ക് ഭരണഘടന വന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്ത് ആ ഒരു ബ്രിട്ടീഷ് ഭരണത്തിൽ തന്നെ
ഒരു പ്രതിജ്ഞ എടുത്തു, ഞാനൊരു പണ്ഡിതനാണെന്ന്. അപ്പോൾ അവർക്ക് പൈസ ഉണ്ടോ? ഇല്ല. അവർക്ക് അന്നത്തെ കാലത്ത് പഠിക്കണമെങ്കിൽ പൈസ അല്ല. പക്ഷേ ഓരോരുത്തരും അംബേദ്കറുടെ നല്ല മനസ്സ്, നല്ല ബുദ്ധിയും കഴിവും കണ്ടിട്ട് എന്ത് ചെയ്തു? അംബേദ്കറെ പഠിപ്പിക്കാൻ ഏറ്റു. പല രാജാക്കന്മാരും പല ആളുകളും അധ്യാപകരും അംബേദ്കറെ പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായി. അങ്ങനെ ഈ ലോകത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ബിരുദാനന്തര ബിരുദം നേടിയത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കറാണ്. ഒരു പട്ടികജാതിക്കാരനാണ്. അത് നമുക്ക് അഭിമാനം തരുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഇന്ന് നമ്മളെ മക്കൾ ഒരു ബിരുദം എന്ന് പറയുന്നത് എന്താണ് ബിരുദം? ബിരുദം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി, അല്ലേ? ഏതെങ്കിലും, അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BA, അല്ലേ? അങ്ങനെയാണ് നമ്മൾ എടുക്കണം. പക്ഷേ അംബേദ്കർ ഈ പറഞ്ഞ എല്ലാ ബിരുദം എടുത്തു എന്നുള്ളതാണ്. എന്തൊക്കെ ബിരുദം ഉണ്ടോ ആ ബിരുദം എടുത്തിട്ട് ശേഷം അതിൻ്റെ മേലെ PG എന്നൊക്കെ പറയില്ലേ, പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറയില്ലേ, ആ ബിരുദങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അതും പോരാഞ്ഞിട്ട് അംബേദ്കറെ ഒരു വീട് നമ്മൾ കാണണം. 2-3 നിലയുള്ള വീടാണ്. അതിൽ മുകളിലത്തെ നില മൊത്തം പുസ്തകങ്ങളാണ്, ലൈബ്രറിയാണ്. അതെല്ലാം അംബേദ്കർ വായിച്ചു തീർത്തതാണ്. അപ്പോൾ ഒരു വിജ്ഞാനി, ഏറ്റവും കൂടുതൽ ജ്ഞാനം അറിവ് നേടിയിട്ടുള്ള ആൾ എന്നുള്ളത് ഇന്ന് വിജ്ഞാന ദിനമായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് നമ്മളെ മക്കളൊക്കെ അംബേദ്കർ ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ ചെയ്യേണ്ടതാണ്. കാരണം എന്താ? ഏറ്റവും കൂടുതൽ അറിവ് നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ സഹോദരൻ അംബേദ്കർ. ഇത്രയും ആളുകൾ പറയില്ലേ നമുക്ക് അറിവില്ല. അപ്പോൾ 1891 ജനിച്ച അംബേദ്കർ ഒരു ഭരണഘടന നമുക്ക് സമ്മാനിച്ചെങ്കിൽ നമുക്ക് അറിവും ബോധമില്ല, കഴിവില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് ശരിയാണ് എന്ന് വെക്കുന്ന ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനമാണ് നമ്മളാണ് ആഘോഷിക്കേണ്ടത്, അല്ലേ? നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ആഘോഷിക്കേണ്ടത്? അപ്പോൾ എങ്ങനെയാണ് അംബേദ്കർ, ഇപ്പോൾ ഞാനിതൊരു ഉദ്ഘാടന പ്രസംഗമായിട്ടല്ല, ഒരു ക്ലാസ് പോലെ തന്നെയാണ് ഞാൻ ഈ പറയണേ, അല്ലേ? അംബേദ്കർ അപ്പോൾ അങ്ങനെ അനുഭവിച്ചത് ജാതി വിവേചനം കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇന്ന് നമ്മൾ ഈ പഠന മുറിയിൽ എല്ലാ ജാതി മതങ്ങൾ ഇരിക്കും പോലെ ഈ കസേര, മേശ, ഫാന്, അല്ലേ, TV, കമ്പ്യൂട്ടർ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ആദിവാസി കുട്ടികൾ ഇരുന്നപ്പോൾ അന്ന് 1891 ജനിച്ച അംബേദ്കർ 5-ാമത്തെ വയസ്സ് സ്കൂളിൽ ഇരുന്നത് എവിടെയെന്നറിയോ? ഒരു ക്ലാസ് മുറിൻ്റെ മൂലയിൽ ഒരു ചാക്കിലാണ് ഇരുന്നത്. ആ ചാക്ക് ഒരു വൃത്തിയുള്ള ചാക്കല്ല, ഒരു പൊട്ടിപ്പൊളിഞ്ഞ, ഇതിപ്പോൾ നമ്മൾ ഈ പട്ടികൾക്ക് നയിക്കും പോലെ നല്ല കൂടുണ്ടാവും, പക്ഷേ എവിടുന്നോ കിട്ടിയ മണ്ണ് കുഴഞ്ഞ ഒരു ചാക്ക് ഒരു മൂലക്കിട്ട് കൊടുത്തു വന്ന ആളുകൾ. അത്രത്തോളം ജാതിയായിരുന്നു. എന്താ കാരണം എന്നറിയോ? അംബേദ്കർ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട്. അപ്പം എല്ലാ കുട്ടികളും ഇതുപോലെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി ഒരു മൂലയിൽ എത്തി നോക്കുകയാണ്, എഴുതുന്നത് പോലും കാണുന്നില്ല. അത് ഇവരെ ഉയരത്തിലുള്ള കസേരയിലും മേശയിലും ഇരിക്കുമ്പോൾ അംബേദ്കർ നമ്മൾ കാണുന്നില്ല, അവിടുന്ന് എണീക്കാനുള്ള അനുവാദമല്ല. അങ്ങനെ അംബേദ്കർ 1 മുതൽ പഠിച്ച് വന്നപ്പോൾ അംബേദ്കർ അത്യാവശ്യം ഒരു നിറമുള്ള ആളായിരുന്നു. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഇന്ന് നമ്മളെന്താ പറയുക, ഇന്ത്യക്കാരെ നിറം എന്താണെന്നാണ് പറയണത്? ഇന്ത്യക്കാരെ നിറം കറുപ്പാണ്, അല്ലേ? കറുത്തവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനാണ്. ഇന്ത്യ വിട്ടുള്ളവരാരും കറുത്തവരല്ല. അപ്പോൾ നമ്മളെ എന്താ പറയുക, ഓരോരുത്തരും നമ്മളെ അറിയപ്പെടുന്ന ഓരോരുത്തരും നിറം എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. അത് എന്തുകൊണ്ടാണ്? താഴ്ന്ന ജാതി ആയതുകൊണ്ടാണോ? കറുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മോശമാണ്, അല്ലേ? കറുത്ത ആൾ, അത് നമ്മൾ പലതും വാരി തേച്ച് വെളുപ്പാക്കാൻ നടക്കും. പക്ഷെ വെളുപ്പിച്ച ആളുകൾ ഇന്ത്യക്കാരല്ല, മനസ്സിലാക്ക്. ഇന്ത്യൻ ജനത, നമ്മുടെ രാജ്യത്തിൻ്റെ ജനത കറുത്ത വർഗ്ഗക്കാരാണ്. കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ ആദിവാസികളല്ല. എപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കുക, ഇന്ത്യൻ്റെ ജനത കറുത്ത വർഗ്ഗക്കാർ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ പറയാം, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൗരനാണ്, അല്ലേ? അപ്പോൾ അംബേദ്കർ അത്യാവശ്യം ഒരു നിറമുള്ള ഒരാളായിരുന്നതുകൊണ്ട് അന്ന് അംബേദ്കർ രക്ഷപ്പെട്ടു. കാരണം എന്താ? കറുത്തവൻ ഇന്ത്യക്കാരനാണ്, മോശക്കാരനാണ് എന്ന് ചിത്രീകരിച്ച്, കറുത്തവൻ താഴ്ന്ന ജാതിക്കാരനാണെന്ന് ചിത്രീകരിച്ച് വന്ന സവർണ മേധാവിത്വം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അംബേദ്കർ വിദ്യാഭ്യാസം നേടിയത്. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസം നേടി അംബേദ്കർ കോളേജിലേക്ക് പഠിക്കാൻ പോയി. ബോംബെയിൽ പോയി, ഡൽഹിയിൽ പോയി. അവിടെയൊക്കെ പോയിരുന്ന സമയത്ത് അവിടെ പഠിക്കണമെങ്കിൽ റൂം വേണം, ഹോസ്റ്റൽ വേണം. അംബേദ്കർ മഹർ ജാതിയാണെന്ന് അറിയുന്ന സ്ഥലത്തൊന്നും അംബേദ്കറിന് ഈ ലോഡ്ജ് കൊടുക്കില്ല, ഇടം കൊടുക്കില്ല. അപ്പോൾ അംബേദ്കർ എന്ത് ചെയ്തു? ഈ മഹർ ജാതി മാറ്റിവെച്ചു.
അത്യാവശ്യം നിറമുള്ളതുകൊണ്ട് ജാതി അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ സവർണനാണെന്ന് പറഞ്ഞപ്പോൾ അംബേദ്കറിന് റൂം കിട്ടി. അങ്ങനെ അംബേദ്കർ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഇടയിൽ ഏതോ ഒരു കാരണം ഒരു കത്ത് വരികയാണ് അംബേദ്കറിന്. ആ കത്തിൽ അംബേദ്കറിൻ്റെ വിലാസം കണ്ടപ്പോൾ അവർ മനസ്സിലാക്കി അംബേദ്കർ ഒരു പട്ടികജാതിക്കാരനാണ്. അങ്ങനെ ആ ഹോസ്റ്റലിൽ നിന്ന് അംബേദ്കറെ ബുക്കും ബാഗും കൂടെ എല്ലാം അവർ വലിച്ചെറിഞ്ഞു. അംബേദ്കറിനെ അവർ ഉപദ്രവിച്ചു. അങ്ങനെ അംബേദ്കർ പോയി. അന്ന് അംബേദ്കർ ചിന്തിച്ചു, എൻ്റെ വരും തലമുറയ്ക്ക് ഇതെങ്ങനെ ഇല്ലാതാവും, ഞാൻ ഈ അനുഭവിച്ചതെല്ലാം ഇനി എൻ്റെ തലമുറ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് ചിന്തിച്ചു. അതാണ് ഞാൻ രാവിലെ പറഞ്ഞ ചിന്താശേഷി വേണമെന്ന്. അപ്പം അംബേദ്കർ ചിന്തിച്ച് മുന്നോട്ട് പോയി. പക്ഷെ അംബേദ്കർ അവിടെ നിന്ന് തോറ്റില്ല. നമ്മളെ മക്കൾ ഇവിടെ ഒരു കുട്ടി നുള്ളിപ്പിച്ചി എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോകാത്ത ഒരു കാലാണ് ഇന്ന്, അല്ലേ എന്നെ മറ്റൊരു ഉപദ്രവിച്ചു, മാഷ് അടിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ നമ്മുടെ അംബേദ്കർ ഡിഗ്രി തലത്തിൽ അനുഭവിച്ച ജാതി വിവേചനം നമ്മൾ തിരിച്ചറിയണം. അവിടെ അയാൾ പഠനം നിർത്തിയില്ല, അയാൾ പോരാടി, ഞാൻ ഇനിയും പഠിക്കുമെന്ന് പറഞ്ഞു. അതോടുകൂടി മഹറാണ് എന്നറിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ എന്താ പറയുക സ്കോളർഷിപ്പ് റദ്ദാക്കി. കാരണം പട്ടികജാതിക്കാരൻ അങ്ങനെ പഠിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെയൊക്കെയോ കുറേ നല്ല ആളുകളെ സഹായത്തോടു കൂടി അംബേദ്കർ ഒരുപാടേറെ, ഞാനത് കൂടുതൽ ഇവിടെ വിശദീകരിക്കണില്ല, നിങ്ങൾക്ക് ബുക്ക് വാങ്ങുമ്പോൾ അതറിയാം എത്രത്തോളം സ്കോളർഷിപ്പുകൾ നേടിയിട്ടുണ്ട്, എത്രത്തോളം PhDകൾ നേടിയിട്ടുണ്ട്, എത്രത്തോളം ബിരുദാണ്. അതാവാൻ പറഞ്ഞ ഒരു വിജ്ഞാനി എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഡോക്ടർ BR അംബേദ്കറാണ്. നമുക്ക് കിട്ടും പോലെ സ്റ്റൈഫൻഡ് കിട്ടിയില്ല, നമുക്ക് കിട്ടും പോലെ ഫാന് കിട്ടിയില്ല, നമുക്ക് കിട്ടും പോലെ ഒന്നും കിട്ടിയില്ല. വെറും മണ്ണെണ്ണ വിളക്കിൽ മണ്ണെണ്ണ പോലും കത്തിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ പകൽ വെട്ടത്തിൽ ഇരുന്നിട്ടാണ് അംബേദ്കർ ഉറക്കൊഴിച്ച് പഠിച്ചത്. നിങ്ങൾ ഓർക്കണം, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പകലും ഉറങ്ങാൻ പറ്റുന്നില്ല, ആ രീതിയിലാണ് അംബേദ്കർ പഠിച്ചത്. അപ്പോൾ ആ പഠിച്ച അംബേദ്കർ എങ്ങനെയാണ് ഇതിന് പോരാടുക എന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്ക് ഇന്ത്യ ഭരിക്കണമെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കണം. നമ്മൾ ഇന്ത്യ ഭരിക്കും, ലോക രാജ്യങ്ങളല്ലേ, എത്രയോ രാജ്യങ്ങൾ ഇന്ത്യനെ പോലെ ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ പോയി, രാജഭരണം പോയി. അപ്പോൾ എന്ത് വേണം? ഇപ്പം കാണുന്ന മന്ത്രി ഭരണം നമുക്ക് വേണം, ഇല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഭരിക്കണമെങ്കിൽ മന്ത്രി ഭരണം വരണം. ബ്രിട്ടീഷും പോയി, രാജാവും പോയി, മന്ത്രിമാരെ ഭരണമായി. മന്ത്രിമാർ ഭരിക്കണമെങ്കിൽ അതിനെന്ത് വേണം? ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സംഘടന രജിസ്ട്രേഷൻ ചെയ്യണം. ആ രജിസ്ട്രേഷൻ ചെയ്യാൻ വെറുതെ നടക്കുമോ? അതിനെന്ത് വേണം? ഒരു ഭരണഘടന വേണം, ഇല്ലേ? ആദിവാസി ഐക്യവേദിക്ക് ഒരു ഭരണഘടന ഉണ്ട്. ഭരണഘടന എങ്ങനെ ഭരിക്കാം എന്ന് ഘടകങ്ങളായി മാറ്റി വയ്ക്കുക എന്നാണ് ഭരണഘടന പറയുന്നത്, അല്ലേ? അതാണ് ഭരണഘടന. അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കാം, ഇന്ത്യക്കാരൻ എങ്ങനെ ജീവിക്കാം എന്ന് നിയമം എഴുതിയ ആളാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഈ നിയമം എഴുതാൻ വേണ്ടി ഗാന്ധിജി അടക്കം ജവഹർലാൽ നെഹ്റു അടക്കം ഓടി നടക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ഇവരിങ്ങനെ ഓടുകയാണ്, ഞങ്ങൾക്കൊരു ഭരണഘടന വേണം. കാരണം അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങൾക്കെല്ലാം ഭരണഘടന ഉണ്ട്, നമുക്കില്ല. അപ്പോൾ ഇവരിങ്ങനെ കെഞ്ചാണ്, എവിടുന്ന് ഞങ്ങൾക്കൊരു ഭരണഘടന കിട്ടും? അപ്പോൾ ഒരാൾ പറയാണ്, നിങ്ങൾ എങ്ങോട്ടാ ഈ ഓടണേ? ഗാന്ധിജീനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാ ഈ ഓടണേ? നിങ്ങൾക്കേറ്റവും ജ്ഞാനിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാ മറ്റവരെ യാചിക്കണമെന്ന്. അപ്പോൾ ഇവർ നോക്കി, അത് ശരിയാണല്ലോ, ഡോക്ടർ BR അംബേദ്കർ നല്ല ആളാണല്ലോ. അങ്ങനെ ഇവർ ഡോക്ടർ BR അംബേദ്കറെ മഹർ ജാതിയാണെന്ന് അറിയണോണ്ട് അവർക്ക് മനസ്സില്ല, അയ്യോ ഈ ഇന്ത്യ ഭരിക്കാനുള്ള ഒരു ഭരണഘടന പട്ടികജാതിക്കാരൻ ഉണ്ടാക്കി അയിത്തല്ലേ അവിടെ. അപ്പോൾ ഇവർക്കത് സമ്മതമല്ല. പക്ഷെ ഇവർക്ക് ആരും കിട്ടിയില്ലാന്ന്, ഇത്ര അറിവുള്ള ബുദ്ധിയുള്ള ഒരാളെ പോലും കിട്ടിയില്ല. അങ്ങനെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ ഈ പറയുന്ന എല്ലാവരും ഉണ്ടായിരുന്നു, ഗാന്ധിജി ആയാലും ജവഹർലാലായാലും എല്ലാവരും ഉള്ള സമയത്ത് നമ്മൾ ഡോക്ടർ BR അംബേദ്കർ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളെ അംബേദ്കർ ഇരുന്ന് ആലോചിക്കുകയാണ്, എൻ്റെ കയ്യിൽ കിട്ടി സാധനം, ഞാൻ അനുഭവിച്ചതിന്, ചാക്കിലിരുന്നതിന്, എന്നെ ആട്ടി ഓടിച്ചതിന്, എന്നെ കുടിക്കാൻ ദാഹജലം പോലും തരാത്തതിന് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുകയാണ് ഒരു സാധനം. അതെൻ്റെ ജനതയ്ക്ക് ഞാൻ എങ്ങനെ ചെയ്തു കൊടുക്കുമെന്ന് അംബേദ്കർ തല പോഞ്ഞ് ആലോചിച്ചു. അങ്ങനെയാണ് മക്കളെ ഇന്ന് വരുന്ന സംവരണം നമ്മൾ കിട്ടിയത്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ UDFും LDFും BJPയും നിങ്ങളെ മെമ്പറും തന്നതല്ല സംവരണം. ഈ സംവരണം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ പഠനമുറി പ്രവർത്തിക്കണേ. ഇന്ന് നമ്മളെ മക്കൾ ഫാനിനടിയിൽ ഇരിക്കുന്ന സംവരണം കൊണ്ടാണ്. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ സംവരണം കൊണ്ടാണ്. അപ്പം നിങ്ങൾ പറ, ഈ SC/ST ഫണ്ട് ഉണ്ടാക്കിയത് ആരാണ്? ഇവിടുത്തെ UDFോ BJPയോ LDFോ? പറയും. ഇതുണ്ടാക്കിയത് ഡോക്ടർ BR അംബേദ്കർ ആണ്.
ഈ എന്ത് നമ്മൾ ഇന്നിപ്പോൾ റേഷൻ 35 കിലോ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ BR അംബേദ്കറാണ്. ഇന്ന് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഡോക്ടർ BR അംബേദ്കറാണ്. ഇന്ന് നമുക്ക് ബസ് സ്റ്റോപ്പിൽ മറ്റുള്ളവരുടെ കൂടെ തൊട്ടി ഉരുമ്മി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡോക്ടർ BR അംബേദ്കറാണ്. കാരണം എന്താണ്? അയിത്തത്തിനും അനാചാരത്തിനും വേണ്ടി പോരാടിയിട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. അത് കേരളത്തിലാണോ അല്ലെങ്കിൽ പഞ്ചാബിലാണോ? അല്ല, ഇന്ത്യയിലാണ്. മഹാത്മാ അയ്യങ്കാളി എല്ലാവരും പറയുന്നുണ്ട് മഹാത്മാവാണ്. ഓക്കെ, മഹാത്മാ അയ്യങ്കാളി മഹാത്മാവാണ്. മഹാത്മാ എന്നാണ് പറയുന്നത് അയ്യങ്കാളിനെ, അല്ലേ? ഇപ്പം നമ്മൾ മഹാത്മാ ഗാന്ധി എന്ന് പറയുമ്പോൾ മഹാത്മാ അയ്യങ്കാളി. പക്ഷെ മഹാത്മാ അയ്യങ്കാളി ഇന്ന് കേരളത്തിൽ മാത്രമേ അറിയപ്പെടുള്ളൂ. പുലയ രാജാവാണെന്നാണ് പറയുന്നത്. പക്ഷെ പുലയ രാജാവല്ല, അത് വേറെ ഇത്. പക്ഷേ ഈ ഡോക്ടർ BR അംബേദ്കർ ആരാണെന്ന് ഈ ലോക ജനതയ്ക്ക് അറിയാം. ഇന്ന് നിങ്ങൾ ചാനൽ വെച്ച് കഴിഞ്ഞാൽ വാർത്ത ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഇന്ന് അഭിമാനിച്ചോ? മനസ്സ് തൊട്ട് നിങ്ങൾ അഭിമാനിച്ചോ ചാറ്റുവാറക്കുടിയിൽ അത് ആഘോഷിക്കണമെന്ന്? നിങ്ങൾക്ക് അഭിമാന ദിവസമാണ്. എന്നാൽ നിങ്ങൾ മറ്റേതൊരു ഊരിൽ ഈ കേരളത്തിൽ നിങ്ങൾ ഇത് നോക്ക്, എവിടെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ ഈ അംബേദ്കർ ദിനം ഇന്ന് ആഘോഷിക്കുക ചോദിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളെ ഭാഗ്യമാണ്. നിങ്ങൾ എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഈ മഹത് വ്യക്തിൻ്റെ പിറന്നാൾ നിങ്ങൾക്ക് ആഘോഷിക്കാൻ. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളതിന് ദുഃഖിക്കേണ്ട. അവർ ഭാഗ്യമല്ലാത്തവരാ, അവർ നന്മ ചെയ്തിട്ടില്ല. മനസ്സിലായി? ഞാൻ അതാ മനസ്സിലാക്കിയത്. ഈ മഹത് വ്യക്തിൻ്റെ പിറന്നാളിന് ഇവിടെ പുഷ്പം ചാർത്താൻ, ആ തിരി തെളിക്കാൻ നിങ്ങളിന്ന് യോഗ്യനായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലൊരു നന്മ ഉണ്ട്. നിങ്ങൾ പൂർവികർ തന്നിട്ടുള്ള എന്തോ ഒരു സാധനം നിങ്ങളെ സമൂഹത്തിനായി നിങ്ങൾ ചെയ്യാൻ പോവുകയാണ് നാളെ. അതിൻ്റെ ഉത്ഭവമാണ് ഇന്നിവിടെ നടക്കാൻ പോണ ചാറ്റുപാറക്കുടി. നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ പറയണത് ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കി. നല്ല മാറ്റം വരും. ആ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ട് നിങ്ങൾ ഇതിനെടുക്കണമെന്നും കൂടി എനിക്ക് ഈ ഒരു ദിനത്തിൽ പറയാൻ പോകണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതലായിട്ട് ഇതിന് ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് കൂടുതൽ പറയണില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറേ ആളുകൾ സംസാരിക്കാനുണ്ട്, നമുക്ക് സമയം കുറേ പോയി. അതുകൊണ്ട് ഞാൻ അംബേദ്കർ എന്ന് പറയുന്ന ഈ രൂപം നിങ്ങളെ മനസ്സിലേക്ക് എഴുതി വിട്ട് തന്നത് അംബേദ്കർ ഭരണഘടന ശില്പി മാത്രമല്ല, അംബേദ്കർ ജാതി വിവേചനത്തിനെതിരെ പോരാടിയിട്ടുള്ള ഒരു വിജ്ഞാനി കൂടിയാണ്. 3 ഓർത്തിരുന്നാൽ മതി. അംബേദ്കർ ആരാണെന്ന് ചോദിക്കുമ്പോൾ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയാണ്. ഇനി ഈ ഭരണഘടന എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരും, അതിൻ്റെ മാറ്റങ്ങളും പറഞ്ഞു തരും. അപ്പോൾ ഭരണഘടനാ ശില്പിയാണ്, ജാതിക്കും വിവേചനത്തിന് എതിരെ പോരാളിയായതാണ്. ഈ പോരാളിയാവാനുള്ള മാർഗം തോക്കോ വെടിയുണ്ടേ അല്ല. അംബേദ്കറുടെ വാക്കിൽ പറയുന്ന നമ്മളെ ആയുധം എന്ന് പറയുന്നത് പേനയും പേപ്പറുമാണ് എന്നുള്ളതാണ്. ആ ആയുധമാണ് ഇന്ന് ആദിവാസി ഐക്യവേദി ആയുധമാക്കിയത്. അല്ലാതെ ഈ പോലീസുകാർ പറയുമ്പോൾ ചിത്ര നിലമ്പൂർ തോക്കും കത്തിയും കൊണ്ടല്ല ആദിവാസി ഐക്യവേദി. അത് വ്യക്തമായിട്ട് എൻ്റെ ഫേസ്ബുക്കിലും എൻ്റെ ഫോണിലടക്കം നിങ്ങൾക്ക് നോക്കിയാൻ പറ്റും. എല്ലാവരും ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ വെച്ചത് അംബേദ്കറാണ്. കാരണം എൻ്റെ ദൈവം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ചന്ദനക്കുറി തൊട്ടിട്ടില്ല, ഞാൻ ഇവിടെ നിലവിളക്ക് കത്തിച്ചിട്ടില്ല. കാരണം എൻ്റെ ദൈവം എന്ന് പറയുന്നത് അതിനെതിരാണ്. അവർ ഇതിനെതിരെ പോരാടിയതാണ്. അതായത് നമ്മൾ ഒരു മതത്തിൻ്റെ ആളുകളല്ല. ആദിവാസി എന്ന് പറയുന്നത് ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ഒന്നുമല്ല, ഗോത്ര സംസ്കാരത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവനൊരു പ്രത്യേക ഭാഷ ഉണ്ടായത്. എന്തുകൊണ്ട് ഇവിടെ ഈഴവർക്കും ഇവിടെ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനിക്കോ മലയാളം അല്ലാതെ മറ്റൊരു ഭാഷയില്ല? എന്തുകൊണ്ട് ഇവിടെ മലയാളം പറയുന്ന ആദിവാസിക്ക് ഒരു ഭാഷ ഉണ്ടായത്? പ്രത്യേക സംസ്കാരത്തിലും പ്രത്യേക ആചാരത്തിലും അനുഷ്ഠാനത്തിലും ജീവിക്കുന്ന ആദിവാസി ഇന്ന് ഹിന്ദുവായി, ഇന്ന് മുസ്ലിമായി, ഇന്ന് ക്രിസ്ത്യാനിയായി. അത് ആർക്ക് വേണ്ടി എന്നുള്ളത് നിങ്ങൾ ചോദിച്ചിന്നട. എന്തുകൊണ്ട് എൻ്റെ സംസ്കാരം പോയി? എന്തുകൊണ്ട് എൻ്റെ ഭാഷ പോയി? എന്തുകൊണ്ട് എൻ്റെ ഭാഷ അടിമാലിയിൽ SI പഠിക്കണില്ല? എന്തുകൊണ്ട് SIൻ്റെ ഭാഷ ഞാൻ പഠിക്കുന്നു? അതാണ് ഇവിടുത്തെ ജാതി വിവേചനം. അതിനെതിരെ പോരാടിയതാണ്. സംസ്കാരങ്ങളും ആചാരങ്ങളും നിലനിർത്താൻ വേണ്ടി അവസാന മരണ പോരാട്ടം എന്ന് പറയുന്നത്. ഹിന്ദുവായി ജനിച്ചു. അംബേദ്കറിൻ്റെ ഒരു വാക്കുണ്ട്, ഞാൻ ഹിന്ദുവായി ജനിച്ചു, പക്ഷെ ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ബുദ്ധമതത്തിലാണ് ഇരുന്നു കൊണ്ട് മരിച്ചത് എന്ന് വിചാരിച്ച് ഞാൻ ബുദ്ധമതമല്ല, ഞാൻ ഗോത്രമതമാണ്. അത് നിങ്ങൾ ആദ്യം വിചാരിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ ബുദ്ധമതം ചേർക്കാൻ വന്നല്ല. ഞാൻ എൻ്റെ ആചാരത്തിലും അനുഷ്ഠാനത്തിലും വിശ്വസിക്കുന്ന വിളക്ക് കത്തിക്കുന്ന ഒരു വ്യക്തി. എൻ്റെ വീട്ടിൽ മൺചിരാതിലാണ് വിളക്ക് കത്തിക്കുന്നത്, നിലവിളക്കിലല്ല. അപ്പോൾ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമല്ല, എൻ്റെ മക്കളെല്ലാം ഈ ഹിന്ദു ആചാരമാണ്. പക്ഷെ എൻ്റെ തറവാട് എന്ന് പറയുന്നത് ഗോത്രാചാരം. അതുകൊണ്ടാണ് ഇന്ന്. അത് മാത്രമല്ല, ഈ വ്യക്തിക്ക് നിലവിളക്ക് കത്തിച്ചാൽ ഇന്നത്തെ ഒരു ദിവസം ആൾക്കത്ര ഇത് വരില്ല. അതുകൊണ്ട്
അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ആ ഒരു സംശയം നിങ്ങൾക്ക് തീർത്ത്. ഇത് മണ്ണ് എന്ന് പറയുന്നത് എന്താ? അത് മണ്ണിലുണ്ടാക്കിയല്ലേ. മണ്ണ് എന്ന് പറയുന്നത് നമ്മളതാണ്, ഇവിടുത്തെ ആദിവാസികളുടെ മണ്ണും കാടും അല്ലേ. മറ്റുള്ളവർക്ക് മണ്ണില്ലെങ്കിൽ അവർ ജീവിക്കാം, നമുക്ക് മണ്ണില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു മൺചിരാതിൽ നമ്മളിന്ന് വിളക്ക് കത്തിക്കാനുള്ള കാരണം അതാണ്. ഇനി അത് നാളെ ആരും സംശയിക്കേണ്ട. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ചെറിയൊരു രൂപരേഖ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാടേറെ പറയണമെന്നുണ്ട്, ടൈമില്ല. പക്ഷേ അടുത്തത് ഞാനൊരു ക്ലാസ്, അതായത് നമ്മളെ സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും എന്താണ് ഭരണഘടന, എന്താണ് അവകാശം എന്നുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് അരമണിക്കൂർ നേരം തരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അപ്പം നമുക്ക് അതിലൂടെ അംബേദ്കറെ കടത്തിവിടാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു അംബേദ്കറുടെ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി നമുക്ക് മൺചിരാത് കത്തിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എം പി ഗോപിയേട്ടനെ നമ്മൾ ക്ഷണിക്കുകയാണ്.